നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിന്റെ മോർണിംഗ് ലൈവ് സെഷനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് രാവിലെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ കാരണം മാർക്കറ്റ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇന്ന് മെജോറിറ്റി കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസസ് ആണ് മാർക്കറ്റിൽ കാണുന്നത്. ഓൾറെഡി ഒരു 186 പോയിന്റ് ഓൾറെഡി അപ്പാണ്. അപ്പോൾ രാവിലെ തന്നെ ചാർട്ടിന്റെ ഒരു ഡാറ്റ കിട്ടുന്നില്ല. അപ്പോൾ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈവിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഞാൻ ഈ ചാർട്ടിന്റെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അത് കണ്ട് മനസ്സിലാക്കി അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പഠിക്കാം, മനസ്സിലാക്കാം, മുമ്പോട്ട് പോകാം. ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട്, എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ആ ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലൈവ് റൂമിലേക്ക് വ്യൂ പറയുന്ന പോലെ തന്നെ ലൈവ് മാർക്കറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഡയറക്റ്റ്ലി വിളിക്കാൻ ശ്രമിക്കാവുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സമയം 9:26 നമ്മുടെ ചാർട്ടിന് രാവിലെ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി റീസോൾവ്ഡ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് നിലവിൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലാണ്. നെക്സ്റ്റ് 15 മിനിറ്റ്സിൽ ഒരു ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് ഫാൾ ആവാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത്. അപ്പോൾ 2 മിനിറ്റിൽ ആദ്യം ഒന്ന് എടുക്കാം. സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് സിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 147 22,200 ചാർട്ടാണ് സിയിൽ സെലക്ട് ചെയ്യേണ്ടത്. പിയിൽ സെലക്ട് ചെയ്യേണ്ട 22,300 ചാർട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ സിയിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 160 എന്നുള്ള ലെവല്, 160 ഓൾമോസ്റ്റ് ഒരു 157, 160 ബ്രേക്ക് ചെയ്താൽ ആദ്യത്തെ മൂവ്മെന്റ് 165ലേക്കായിരിക്കും. സെക്കൻഡ് മൂവ്മെന്റ് 172ലേക്കായിരിക്കും. അതിൽ 145 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് ഫാൾ ആവുള്ളൂ. അപ്പോൾ ഇവിടെ 170 ബ്രേക്ക് ചെയ്താൽ 180ലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് ആദ്യം പിയിൽ പ്രതീക്ഷിക്കുന്നത്. പിയില് 170 ബ്രേക്ക് ചെയ്താൽ ആദ്യം ചെറിയൊരു ഹൈ ഉണ്ടാവും. ആ ഹൈ ചിലപ്പോൾ ചെന്ന് ഇടിക്കാനുള്ള ഏരിയ 173ലേക്കായിരിക്കും. 170 ബ്രേക്ക് ചെയ്ത് 173ലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് ഇടുക. ദെൻ 170 കഴിഞ്ഞാൽ പിന്നെ ഉള്ള ചാൻസ് ഏകദേശം ഒരു 180ലേക്കായിരിക്കും. 180 ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്താൽ ഫൈനൽ ടാർഗറ്റ് ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യുന്ന 215 ആയിരിക്കാനായിട്ടാണ് പോസിബിലിറ്റി. അപ്പോൾ ഇവിടെ എന്താവും, 145 ബ്രേക്ക് ചെയ്ത് ഫാൾ ആയാൽ 130ലേക്കുള്ള ഒരു ഫാളാണ് താൽക്കാലികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. RSI സ്റ്റിൽ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു കർവ് ഉണ്ടായാൽ മാത്രമാണ് സി 145 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഒരു 10 പോയിന്റ് താഴത്തേക്കായിട്ടുള്ള ഒരു ഫാൾ ഉണ്ടാവത്തുള്ളൂ. ഒരു സ്ട്രോങ് ലെവലിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു ഫാസ്റ്റ് മൂവ്മെന്റ്, കാരണം ആദ്യത്തെ 15 മിനിറ്റ് ഓൾറെഡി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനിടക്ക് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്ന കാരണം ഉള്ള ഡിലേ വന്നതാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൺസോൾട്ടേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഒരു മൂവ്മെന്റിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ആദ്യത്തെ 173ലേക്കുള്ള മൂവ്മെന്റ് ആണ് വന്നത്. ആ 173ല് 174 ഒറ്റയടിക്കൊന്നാത്ത കേസ് മാർക്കറ്റ് പോകത്തില്ല. ആദ്യത്തെ ഒരു റെസ്പെക്ടേഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ മാർക്കറ്റ് ഒരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഒറ്റയടിക്കങ്ങ് പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. 173ൽ ഒരു റിജക്ഷൻ എന്തായാലും ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ 173 എന്നുള്ള ഏരിയ ഇനി ഒരു തവണ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 180 ഭാഗത്തേക്ക് പോകത്തുള്ളൂ. നമ്മൾ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ്
ഇനി ഒരു 174 ഒരു തവണ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 180ലേക്ക് പോകും. കാരണം ആദ്യത്തെ റിജക്ഷൻ ആണ് അവിടെ ആ കണ്ടത്. അതാണ് ആദ്യം ഒന്ന് 170 പോയിട്ട് പിന്നെ തിരിച്ചൊരു ഉൾവലിവ് ഉണ്ടാവാം. പിന്നെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും 180 ഇട്ട് മാർക്കറ്റ് പോകുന്നത്. 180 ബ്രേക്ക് ചെയ്താൽ പിന്നെ 212ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. 174, 175, 176. ശ്രദ്ധിക്കണം. 179, 179 വരെ വന്നിട്ടുള്ളൂ. കാരണം അതിന്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പൊ 170ലേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് വരും. എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു 10 പോയിന്റ് ഓൾറെഡി നമ്മളുടെ റീച്ച് ചെയ്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞു 170 കഴിഞ്ഞാൽ 173ലേക്ക് ഒരു റിജക്ഷൻ ഉണ്ടാവും. അപ്പൊ അവിടുത്തെ ഒരു 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് അത് ഡൗണിലേക്ക് വന്നിട്ട് റീപ്രൊജക്ഷൻ എടുത്തപ്പോഴാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. കാരണം ഇവിടെ എന്താന്ന് വെച്ചാൽ 140 കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് അവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നത്. കാരണം 160 ടച്ച് ചെയ്യാനായിട്ട് മിച്ചം കിടപ്പുണ്ട്. 160 ടച്ച് ചെയ്യാനായിട്ട് മിച്ചം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു അപ്പ് ഉണ്ടായിട്ട് പെട്ടെന്നൊരു ഡൗൺ ഉണ്ടായത്. ഞാനൊരു 180 ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 179.90 വരെ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഞാൻ വരച്ചു വെക്കുന്ന വര ചെറിയൊരു വ്യത്യാസം കാണും. എന്നിരുന്നാലും അതിനൊരു 10 പോയിന്റ് ഒക്കെ, 0.10 ഒക്കെ മിച്ചം വിട്ടിട്ട് മാർക്കറ്റ് തിരിച്ചു പോരാനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് 5 പോയിന്റ് വെച്ചിട്ട് 2 എൻട്രി, 6 പോയിന്റ് വെച്ചിട്ട് 2 എൻട്രി, 10 പോയിന്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു 4 പോയിന്റ് വെച്ചിട്ടോ 2 എൻട്രി, അങ്ങനെയൊക്കെ വേണം കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട്. എന്തായാലും മാർക്കറ്റ് ഒന്നും കൂടെ ബ്രേക്ക് ഔട്ട് ആവും. കാരണം ഈ ഒരു യെല്ലോ ലൈൻ ടാലി ആവാതെ മാർക്കറ്റ് വലിയൊരു മൂവ്മെന്റ് ഒന്നും എന്തായാലും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഇല്ല. 179.90 വരെ പോയിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ആദ്യത്തെ ഒരു 3 പോയിന്റും പിന്നെ റിവൈൻ ഒരു മൂവ്മെന്റ് ഉണ്ടായപ്പോഴുള്ള പോയിന്റേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം ഇവിടെ 160 ഒക്കെ ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. 160, ഇപ്പോൾ പറഞ്ഞ 181. കാരണം ഇവിടെ എന്താണോ കാണിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെയും കാണിക്കേണ്ട ആവശ്യകതകളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ ഇപ്പൊ ഈ ഒരു ബാറിന്റെ പിന്നിൽ വന്ന് ഇടിച്ചു. അപ്പൊ ഇവിടെയും അതേപോലത്തെ ഒരു ബാറിന്റെ ഇവിടെ വൈറ്റ് പോയിന്റിന്റെ അവിടെ വന്ന് ഇടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയും മാർക്കറ്റിൽ മൂവ്മെന്റ് ഒക്കെ വരണം. ഇപ്പൊ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ സസ്റ്റെയിൻ ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ഒരു തവണ കൂടെ 140 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഡൗൺ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു 160 ബ്രേക്ക് ചെയ്താൽ ഒരു 169ലേക്കുള്ള ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസേ ഉള്ളൂ. ഇവിടെ 2 വൈറ്റ് ഡോട്ടില് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. കാരണം ഈ 160, അതായത് ഇവിടെ ആദ്യത്തെ തവണ ഒരു റെഡ് ടച്ച് ചെയ്തു, രണ്ടാമത് റെഡ് ടച്ച് ചെയ്തു. ഇവിടെ ഒരു 160 എന്ന് പറയുമ്പോൾ ഒരു 159, നെക്സ്റ്റ് ക്യാൻഡിലില് ഒരു അപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ക്യാൻഡിലോ 159.90 ആ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പിയില് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിട്ട് കണക്ക് കൂട്ടാം. അതായത് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പുള്ള ഒരു ഇറക്കമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്. പോരാത്തതിന് RSI ഇവിടെ പിയിൽ ക്രോസ് ഓവർ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ 179.90 ടച്ച് ചെയ്തിട്ടുള്ളൂ. ഒരു 10 പോയിന്റ് മിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് പിന്നെ തിരിച്ചു വരാം എന്നുള്ളൊരു സൂചന പലപ്പോഴും കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് ഇത് ക്രോസ് ഓവർ ആകുമ്പോൾ ഇതൊരു 160 അല്ലെങ്കിൽ 150.9 നെക്സ്റ്റ് ക്യാൻഡിലിൽ മൂവ്മെന്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു 5 പോയിന്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ടൊക്കെ തീരുമാനമാക്കാമല്ലോ. ഇവിടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അഗെയിൻ 170 ബ്രേക്ക് ചെയ്താൽ ഇനി എന്തായാലും 205ലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് ഈ കണ്ടത്. പക്ഷെ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒരു സോളിഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ല. ശരിക്കും ഒരു 150 അല്ലെങ്കിൽ 153ലേക്ക് ശരിക്കും ടച്ച് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് ആണ് ഇവിടെ. അഗെയിൻ 170 ബ്രേക്ക് ചെയ്താൽ ഇനി 205 നോക്കിയാൽ മതി. ഒരു പിൻബാർ ഷൂട്ടിംഗ് സ്റ്റാർ പോലെയൊക്കെ വന്നിട്ടുമുണ്ട്. ഇവിടെ 157 ഒക്കെ ബ്രേക്ക് ചെയ്താൽ 160ലേക്കുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ. കാരണം രാവിലെ നമ്മൾ ഇത്ര ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയത് കാരണം ഓൾറെഡി നമ്മൾ രാവിലെ പ്ലാൻ ചെയ്താണ്. ഇന്ന് കൺസോൾട്ടേഷൻ ആണ്.
5 പോയിന്റ് ഒക്കെ വെച്ചിട്ട് ക്യുമുലേറ്റീവ് ചെയ്ത് എടുത്ത് മാറണം. ചിലപ്പോൾ നല്ലൊരു ബ്രേക്കൗട്ടിൽ പറന്നു പോകാം, പക്ഷെ അതിൽ നമുക്ക് കുറ്റബോധം ഉണ്ടായിട്ട് കാര്യമില്ല. ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ എടുത്ത് മാറണം. കാരണം ഇതൊരു സ്റ്റോപ്പ് ലോസ്, ഒരു കൺഫേം ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ല. 150യിലേക്കോ 153യിലേക്കോ ടച്ച് ചെയ്യേണ്ടതാണ്. അതായത് ഇവിടെ ടച്ച് ചെയ്യാതെ ബാലൻസ് ഇട്ടിട്ടാണ് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് കാണിച്ചിരിക്കുന്നത്. പിന്നെയുള്ള ഒരു സേഫ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ 170 ബ്രേക്ക് ചെയ്താൽ 181 അല്ലെങ്കിൽ എങ്ങോട്ടാ ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യുന്ന ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെന്റ്. ഇവിടെ 157 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 170 ആ ഒരു മൂവ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. അതായിരിക്കണം സേഫ് മൂവ്മെന്റ്, നമ്മൾ അത്രയും പ്രതീക്ഷിച്ചാൽ മതി. അതിനുള്ളിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് പോകാനായിട്ടുള്ള ചാൻസസേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് കളിക്കുകയാണ്. പോരത്തിന് വൈറ്റ് ലൈൻ ഒരു കൺസോൾട്ടേഷൻ സോണാണ്. RSI ഓൾമോസ്റ്റ് ക്രോസ് ഓവർ കൺഫേം ആയിട്ടുണ്ട്. കാരണം ഇവിടെ യെല്ലോ ലൈൻ താഴത്താണ്. നമ്മൾ മിക്കപ്പോഴും നമ്മുടെ ലൈവിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ടിപ്പിൽ എടുക്കാനായിട്ട് ഇങ്ങനെ താഴത്തേക്ക് വരുന്ന ഒരു സെനാരിയോ കണ്ടിട്ടുള്ളതാണ്. 145 ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് വരും. ഇതിന്റെ ഹൈ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു അപ്പായിട്ട് നമുക്ക് നോക്കാം. മാർക്കറ്റ് എന്തായാലും 170 ബ്രേക്ക് ചെയ്യട്ടെ. ഓൾറെഡി നമ്മുടെ ആ ഒരു ചെറിയ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ടാലിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ ക്യാൻഡിൽ ഒരു അപ്പ് പ്രതീക്ഷിക്കാവോ എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാം. പക്ഷെ ഇതിന്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ആവാത്തത് കാരണം ഒരു ഫേക്ക് അപ്പ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ നല്ലപോലെ ചീറ്റിങ് നടക്കും ഈ ഭാഗത്ത്. കാരണം ഒന്നും ബ്രേക്ക്ഔട്ട് പോലെ കാണിക്കും, അതേപോലെ തന്നെ താഴത്തോട്ട് വരാം. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഡോട്ടിലാണ് നിൽക്കുന്നത്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റന്റ് ആണ്. അത് ബ്രേക്ക് ചെയ്താൽ ഒരു ഒറ്റയടിക്കായിരിക്കും 181, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 198ലേക്ക് പോകുന്നത്. അപ്പം അത് ചീറ്റിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞതിന്റെ റീസൺ അതാണ്. ആ ഒരു ക്യാൻഡിലിന്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഡ് ക്യാൻഡിൽ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാടിക്കേറി എടുക്കേണ്ട കാര്യങ്ങളില്ല. ആ ക്യാൻഡിൽ എങ്ങനെ ഫോം ആവുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. RSI ഓൾറെഡി സ്റ്റിൽ പിയിലേക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ സിയില് അനുകൂലമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടും മാച്ച് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നതിന്റെ റീസൺ. എന്തായാലും നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രിക്ക് എന്തായാലും പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഒരു 157 ബ്രേക്ക് ചെയ്ത 160യിലേക്ക് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ 160 അല്ലെങ്കിൽ ഒരു അര പോയിന്റ് അല്ലെങ്കിൽ ഒരു 1/4 പോയിന്റ് അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. സിയിലാണെങ്കിലും ഒരു 157 ടു 160 അങ്ങനെ ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് 157ൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഇടണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ലോസ് വരാനായിട്ട് പാടില്ല. ക്യാപിറ്റല് എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. എന്തായാലും ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ഇപ്പോൾ ഉടനെ 9:45 ശേഷം എന്തായാലും ഉണ്ടാവും. 170 മുതൽ 193 വരെയോ ഒരു മൂവ്മെന്റ് എന്തായാലും ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നേരത്തെ കയറി അതിനകത്ത് നമ്മൾ കുത്തിയിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി 10 പോയിന്റ് അടുത്ത് രാവിലത്തെ ഒരു 4 പോയിന്റിൽ ആദ്യത്തെ മൂവ്മെന്റും സെക്കൻഡ് ഒരു 5 പോയിന്റും 9 പോയിന്റ് പിന്നെ 2 പോയിന്റും കൂടെ കിട്ടിയിട്ടുണ്ട് സ്കാൽപ്പ് ചെയ്തിട്ട്. രാവിലെ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സ്കാൽപ്പിംഗ് ആണ്, രാവിലെ മൂവ്മെന്റ് ഉണ്ടാവില്ല. ഓൾറെഡി നമ്മളത് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. മാർക്കറ്റ് പിയിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്.
നടക്കെ ഇവിടെ ഈ 160 എന്ന് പറഞ്ഞ ഒരു ഏരിയ ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് മിച്ചമിട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ക്രോസ് ഓവർ റെഡിലേക്ക് കയറുന്നുണ്ട്. അന്നത്ര ശാശ്വതമായിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇവിടെ മിച്ചമിട്ടിട്ടുണ്ട് 160. അപ്പം അതുകൊണ്ട് അതൊന്ന് ഫില്ല് ചെയ്യാൻ ഒറ്റയടിക്ക് ഒരു പഞ്ച് മുകളിലോട്ട് പോകാനുള്ള ചാൻസസും നമ്മൾ ഒഴിവാക്കിക്കൂടാ. കൺസോളേഷൻ സോണാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എന്നാലും ഈ യെല്ലോ ലൈൻ നമ്മൾ ടാർഗറ്റ് അത് 188ലേക്ക് ഷിഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കണക്കൂട്ടൽ വേണം. ഇന്ന ഏരിയ ബ്രേക്ക് ചെയ്താലാണ് ഞാൻ എടുക്കുള്ളൂ, ഇന്ന ഏരിയ തൊട്ട് ഇന്ന ഏരിയ വരെയും എൻ്റെ ട്രിഗർ പ്രൈസസ് ആണ്, അതനുസരിച്ചിട്ടേ നെക്സ്റ്റ് ക്യാൻഡിൽ, അടുത്ത 2 ക്യാൻഡിൽ പീനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിനിറ്റ് കൂടെ ഉണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എടുക്കുക. ഉടനെ കോസ്റ്റ് ടു കോസ്റ്റോ സ്റ്റോപ്പ് ലോസോ നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷയങ്ങളൊന്നും വരില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിലാണ്. $72. $45, $44, $43. $178, $182. ആ ബ്ലൂ ലൈൻ അവിടെ ഇടണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ലൈൻ ഇട്ടാലും അത് പ്രശ്നമാണ്. ഓക്കെ, ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വന്ന് ഇവിടെയും ഹിറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ടാർഗറ്റ്. കാരണം ഇവിടെ ഈ ഒരു ലൈൻ ഇട്ടത് നമ്മൾ ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്ന് മാർക്കറ്റ് ഹിറ്റായത്. ഫൈനൽ ടാർഗറ്റ് ഇനിയുള്ളത് ഈ പറഞ്ഞ പോലെ 185 ആണ്. ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് ഒരു അപ്പ് മാർക്കറ്റ് പോകത്തുള്ളൂ. 182 to 185. നമുക്ക് 172 എത്ര വരെ കിട്ടി? ഹൈ 183, 10 പോയിന്റ്. ഓൾറെഡി നമ്മളുടെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഓക്കെ ആയിട്ടുണ്ട്. കാരണം ഇവിടെ യെല്ലോ ലൈൻ ടച്ച് ചെയ്തു, അത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ടിപ്പിലാണ്, ഈ ബോഡി അല്ലെങ്കിൽ ഈ ബോഡി ഇതിലാണ് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് പോകും എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രഗിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 185 ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്നിട്ട് ഈ സ്ട്രഗിൾ കാണിക്കുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനം. അപ്പം നമ്മൾ RSI ഇവിടെ അനുകൂലമായതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു പോയിന്റ് ഈ ഒരു ടാർഗറ്റ് ഓൾറെഡി കോൺസെൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ. ഓൾറെഡി 184.70, അതായത് 185ൻ്റെ നിയറസ്റ്റ് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ടച്ച് ചെയ്യാതിരുന്നാൽ അത് മോശമല്ലേ. 185 ഓക്കെ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. RSI സ്റ്റിൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ മാർക്കറ്റ് ഇതേ ക്രോസ് ഓവറിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ക്രോസ് ഓവർ കയറിയിട്ടുണ്ട്. 170 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അടുത്ത ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. ആ ക്യാൻഡിലിൻ്റെ ലോ എത്ര വന്നിരിക്കുന്നത്? 175 വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ അടുത്ത 2 ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ. അപ്പം നമ്മൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ അത് ഇനി വേറെ എന്തെങ്കിലും മിച്ചം മുട്ടാൻ കിടപ്പുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധനം കിടപ്പുണ്ട്. 300, 195 വരെ മൂവ് ചെയ്യാനായിട്ട് അത് കിടപ്പുണ്ട്. 82. ഇതിലിപ്പോൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSI പിയിലേക്ക് കൺവേർട്ട് ആവാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നമുക്ക് ഇതിലൊരു ലോങ് ഹോൾഡിങ് നടത്താനുള്ള പരിപാടി ഉണ്ടോ എന്നുള്ളതാണ്. ഇതുപോലത്തെ ചാർട്ട് ഇതിനു മുമ്പ് പലതും വന്നിട്ടുണ്ട്. 205 അല്ലെങ്കിൽ 190 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 205 ഫില്ല് ചെയ്യാനായിട്ടുള്ള സ്പേസസ് കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ്
അതങ്ങ് ബ്രേക്ക് ചെയ്ത് പോവാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ട് ഇത്തിരി കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഡോട്ട്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് ഡോട്ട് കിടക്കണ കാരണമാണ് മാർക്കറ്റ് പോവാത്തത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 190 കിടപ്പുണ്ട്. അപ്പോൾ അതിൽ 190 ബ്രേക്ക് ചെയ്താൽ പിന്നെ 212ലേക്കായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് ഒരു വലിയ ഡൗൺ ഉണ്ടായാൽ അത് സപ്പോർട്ട് എടുക്കാനായിട്ട് 149ലേക്ക് ഫാൾ ആവാം. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ബേജാറാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി ആ 190 കൂടെ ബ്രേക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു ഡൗട്ടുള്ളൂ. 190 പോയിട്ടാണെങ്കിലും ഒരു 189.90 അങ്ങനെയൊക്കെ വന്ന് നിൽക്കാം. പിന്നെ പോയി കഴിഞ്ഞാൽ 199 ആണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. RSI 15 മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് പിയുടേത്. ഓക്കെ, 188 ആയിട്ടുണ്ട്. നമ്മൾ 10 പോയിന്റിൽ ലോക്ക് ചെയ്ത് അങ്ങ് ഇട്ട് പരിപാടി തീർത്തേക്കുക. നമ്മളതാണ് 15 മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തതിൻ്റെ റീസൺ ചിലപ്പോൾ എവിടെയെങ്കിലും ഒത്തിരി മിച്ചം കിടപ്പുണ്ടാവും മാർക്കറ്റിൽ റീച്ച് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ 190 ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് ടാർഗറ്റുകളൊക്കെ ഹിറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ RSI ഓൾറെഡി മുകളിലോട്ട് കർവ് ആയിട്ടുണ്ട്. ഇപ്പോൾ 190, 170 ടു 191, ഇനി പോകാനുള്ളത് 198 ആണ്. ഇവിടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 108ലേക്ക് മാർക്കറ്റ് ഫാൾ ആവും. ഇതൊരു സപ്പോർട്ടിങ് സോൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എഗെയിൻ 140 ബ്രേക്ക് ചെയ്താൽ മാത്രം 140, 141 ബ്രേക്ക് ചെയ്ത് ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് അല്ലെങ്കിൽ എൻഗൾഫിംഗ് ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ മാർക്കറ്റ് എഗെയിൻ 152ലേക്ക് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ട്രോങ് സപ്പോർട്ട് ഇവിടെ 2 ടിപ്പാണ്. ഇത്രയും സപ്പോർട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ സപ്പോർട്ട് എടുക്കുന്നത്. കാരണം ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് 140 എബോവ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് ആവും. എനിക്ക് തോന്നുന്നത് നമ്മളുടേതായിട്ടുള്ളൊരു മൂവ്മെന്റ് 190 ട്രെയിൽ ചെയ്ത് വെച്ചാലും 190 അല്ലെങ്കിൽ 188 ആണെങ്കിലും നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളായിരുന്നു. 140, 142, ഇതൊരു 140, 141, 143. കാരണം അത് 15 മിനിറ്റ് ഇതാക്കിയതിന്റെ റീസൺ കുറച്ചും കൂടെ എവിടെയെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ 150 ആക്കിയത്. കാരണം 2 മിനിറ്റിൽ ചെയ്താലും അത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയാനാണ് നമ്മൾ. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ ഇവിടെ 140 ബ്രേക്ക് ചെയ്താലാണ് സിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് മിച്ചം ഇട്ടിട്ടുണ്ട്. എന്താണ് 198 കുറച്ച് മിച്ചം ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 193. പിന്നെ ഈ പറഞ്ഞ പോലെ 212 അതെന്തായാലും 212 മുട്ടണം. കാരണം ഇത്ര അടുത്ത് വന്ന സ്ഥിതിക്ക് 205 മുട്ടേണ്ടതും മാർക്കറ്റിൽ അനിവാര്യമാണ്. RSI ഒരു സസ്റ്റെയിൻ തന്നിട്ടുണ്ട് ക്രോസ് ഓവറിൽ. അപ്പം എന്തായാലും നമുക്ക് 205 വരെ വെയിറ്റ് ചെയ്യാം. 200, 205 അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സിയിലേക്ക് എന്തായാലും നോക്കുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കേസ് ഇവിടെ ഈ യെല്ലോ ലൈനൊക്കെ പൊക്കത്താ. അപ്പൊ മെജോറിറ്റി ഈ ഭാഗത്ത് 205 തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് തീർക്കാനുള്ള സാഹചര്യങ്ങളാണ് നിലവിൽ കാണുന്നത്. അപ്പൊ ആദ്യത്തെ ഇപ്പോൾ ഒരു റിജക്ഷൻ ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒറ്റയടിക്ക് 205 മാർക്കറ്റ് എന്തായാലും പോകത്തുള്ളൂ. അത് കുറച്ച് സമയം എടുത്തിട്ടേ ചിലപ്പോൾ പോകത്തുള്ളൂ. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. അതിന്റെ തൊട്ട് പൊക്കത്ത് 200 എന്നുള്ള ഒരു റെസിസ്റ്റന്റ് ഉണ്ട്. അതിന്റെയും പൊക്കത്താണ് 205 എന്നുള്ള ലെവലുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഒരു സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താലും ചിലപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ പിയിൽ ഒരു അപ്പ് മൂവ്മെന്റ് ഉണ്ടാവും. അതായത് സിയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരിക എന്ന് പറഞ്ഞാൽ പിയിൽ അപ്പ് ഉണ്ടാവുക എന്നാണ് അതിനർത്ഥം. അപ്പൊ അതുകൊണ്ട് ഈ 205 ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം പെട്ടെന്നൊരു സിയിലേക്കുള്ള ഒരു നോട്ടം അത്ര പോസിബിലിറ്റി അല്ല. നമുക്കപ്പോ 170 നിന്ന് 190 വരെ ഈസി ആയിട്ട് കിട്ടി. ദെൻ ആദ്യത്തെ ഒരു 9 പോയിന്റ് ഉണ്ടായിരുന്നു. 29 പോയിന്റ് ഇന്ന് ഓൾമോസ്റ്റ് ഡൺ ആണ്. നമുക്ക് താൽക്കാലികമായിട്ട് അത് മതി.
അപ്പുറത്ത് 136 നിൽക്കുന്നത്. നമ്മൾ അവിടെ പറഞ്ഞത് 140 ബ്രേക്ക് ചെയ്താൽ 142 143 ഒരു മൂവ്മെന്റ് ആണ് പറഞ്ഞത്. 2 പോയിന്റ് എങ്കിൽ 2 പോയിന്റ്. രണ്ട് പോയിന്റ് കിട്ടാൻ വേണ്ടി പാടുപെടുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 140 142 2 പോയിന്റ്. പത്ത് മണിയാകുമ്പോൾ നമുക്ക് നമ്മുടെ ലൈവ് 9 മിനിറ്റ് കൂടെ നോക്കിയിട്ട് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഡോജി ക്യാൻഡിലാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഒരു 2 മിനിറ്റിൽ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഇത് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാഞ്ഞത്. ഇനി 195, ഇനി 195 അല്ലെങ്കിൽ 196 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞത് 205 മുതൽ 223 വരെ. ഈ ഭാഗത്ത് എവിടെയാണ് ഒരു സപ്പോർട്ട് സോൺ എന്നുള്ളത് ഇത് എത്ര വരെ വന്നിട്ടുണ്ട്? 141 വരെ വന്നിട്ടുള്ളൂ. 141.61 ട്രിഗർ പ്രൈസ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അത്ര അങ്ങ് എത്തിയില്ല. ഇനി അവിടുത്തെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 141 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 144, അവിടെ നിന്ന് 152 155 അത്ര മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. RSI സ്റ്റിൽ പിക്ക് അനുകൂലമായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സിയിലേക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല. ഇവിടെ പീക്ക് അനുകൂലമായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റടിക്ക് 205 10 പോയിന്റ്, അവിടെയും ബ്രേക്ക് ചെയ്താൽ 223 220 ഒരു മൂവ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ പിയിൽ തന്നെയാണ് മാർക്കറ്റിന്റെ സ്റ്റിൽ ആ ഒരു മൂവ് നിൽക്കുന്നത്. കറക്റ്റ് 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും സേഫ് ആയിട്ടുള്ള ഒരു സോണ്, നമ്മൾ സേഫ് ആയിട്ടുള്ള എൻട്രി, സേഫ് ആയിട്ടുള്ള ടാർഗറ്റുകൾ ഓൾറെഡി മാർക്കറ്റിൽ റീച്ച് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻട്രി ചവറ് പോലെ എടുത്തിട്ട് കാര്യമില്ല. അത്ര കൺഫേം ആവുന്ന എൻട്രി കിട്ടിയിട്ട് മാത്രം എൻട്രി എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എൻട്രി എടുത്തിട്ട് കാര്യമില്ല. കിട്ടിയത് മുഴുവൻ പോകാൻ വലിയ സമയം വേണ്ട. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് കൺസോൾട്ടേഷൻ ആണെന്നുള്ള കാര്യം. ആ 205 പിയില് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ 196 ബ്രേക്ക് ചെയ്താൽ 205 ഒരു ഫസ്റ്റ് മൂവ്മെന്റും അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്താൽ പിന്നെ 223 അല്ല, പിന്നെ ഉള്ളൊരു മൂവ്മെന്റ് 220 മൂവ്മെന്റ് ആ പ്രതീക്ഷിക്കാനായിട്ടുള്ളൊരു കേസ്. ചില സ്ഥലത്തേക്ക് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയേ തീരത്തുള്ളൂ. അവിടെ പോവാതെ മാർക്കറ്റിലൊരു മൂവ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. 10 മണിയോടുകൂടി നമ്മുടെ വണ്ടി 205 ബസ് സ്റ്റാൻഡിൽ എത്താനായിട്ടുള്ള സാഹചര്യങ്ങളാണ്. 10 മണിക്ക് മുമ്പ് വണ്ടി സ്റ്റാൻഡിൽ എത്തിച്ചേരും എന്ന് നമ്മൾ അനൗൺസ് ചെയ്യില്ലേ. ലോവർ വിക്കാണ് വന്നിരിക്കുന്നത്, ഹയർ വിക്ക് പിയിൽ വന്നിട്ടില്ല. അപ്പം മെജോറിറ്റി ഒരൊറ്റടിക്ക് 205 പോകാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ട് രീതിയിലാണ് 205 പോകുള്ളൂ. ഒന്ന്, ഈ ക്യാൻഡിൽ ഹൈയിലേക്ക് ഒരു ഒറ്റ പോക്ക് പോവും, അല്ലാന്നുണ്ടെങ്കിൽ താഴത്തോട്ട് വന്ന്
171 സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പിന്നെ തിരിച്ചു പോകുന്നത്. ഈ ഒരു SMA, അതായത് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു സപ്പോർട്ട് എടുത്തു, സെക്കൻഡ് സപ്പോർട്ട് എടുക്കാൻ താഴത്തോട്ട് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ 195 എഗെയിൻ ബ്രേക്ക് ചെയ്ത 220 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ്, അതായത് അടുത്ത ക്യാൻഡിലിൽ. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കണേ? ഇവിടെ 144 141 ടച്ച് ചെയ്യണം. ഒമ്പത് 56 നമ്മളതാണ് ഒരു 196 ബ്രേക്ക് ചെയ്താലേ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നും പറയണതിന്റെ റീസൺ. അവിടെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടാതെ ചാടി ഇവിടെ കയറി കഴിഞ്ഞാൽ, ഇത്തിരി നേരത്തെ കയറാന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ ആണെങ്കിലും 141 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു മൂവ്മെന്റ് കിട്ടത്തുള്ളൂ. ഈ ക്യാൻഡില് ഗ്രീൻ ചെയ്ത് പോയത് അടുത്ത സ്ഥലത്ത് താഴത്തോട്ട് റെഡ് കാണിക്കുന്നുണ്ടോ? ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 141 ടു 144 ഒരു മൂവ്മെന്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമുക്കൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ട്രേഡ് എടുക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മാർക്കറ്റ് ഈസി ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള ക്രോസ് ഓവർ കറക്റ്റ് ഇവിടെ നിന്നുള്ള ആ ഒരു 170 എന്നുള്ള എൻട്രി കറക്റ്റ് 194 വരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ 190 വരെ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടക്ക് RSI സ്റ്റിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഏത് നിമിഷവും ക്രോസ് ഓവർ ആവാം. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്തേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് വന്നു. അത് 175.52 ബ്രേക്ക് ചെയ്താൽ 172 3 പോയിന്റ് താഴത്തോട്ട് ഒരു സപ്പോർട്ടിങ്ങിന് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് 141 ടു 144 3 പോയിന്റ് ഒരു ട്രിഗർ ഉണ്ടാവത്തുള്ളൂ. ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിന്റെ ആ ഒരു മൂവ്മെന്റ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പല മേഖലകളിൽ പോയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഒന്നിൽ സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊരു പിൻബാറാണ് കേട്ടോ. ഇതൊരു SMA ബേസ് ചെയ്തിട്ടാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിനൊരു ലോ ഉണ്ടാവാം. ഒരു റെഡ് വന്നിട്ട് തിരിച്ച് ഒന്നെങ്കിൽ ഈ റെഡ് താഴത്തോട്ട് വന്നിട്ട് സപ്പോർട്ട് എടുക്കും, അല്ലെങ്കിൽ 185 ബ്രേക്ക് ചെയ്തൊരു മൂവ് 195 കിട്ടുവാണെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിയിൽ ഇവിടെ ക്രോസ് ഓവർ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ആ മടക്ക് ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് താഴത്തോട്ട് വന്നാൽ ഓക്കെ, റെഡിലേക്ക് വരുന്നത് വരെ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫൈനൽ ടാർഗറ്റ് 205 ആയിരിക്കും. ഒറ്റയടിക്ക് ഒരു ഒറ്റ പോക്ക് മേളിലോട്ട് പോവാം. ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അതൊരു മൈനസ് സിംറ്റം ആണ്.
175.69, 174.31. ഇവിടെ 143.29. 41 ബ്രേക്ക് ചെയ്താൽ 143.21 ഒരു ഒറ്റ ടിപ്പ് അടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. സിയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 141 ബ്രേക്ക് ചെയ്താൽ 143, 2 പോയിന്റ് കിട്ടും. അമ്മേ, 10 മണി നമ്മൾ 10 മണിക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നാണ് തീരുമാനിച്ചിരുന്നത്. സമയം 9:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പം ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പം ഈ ക്രോസ് ഓവർ മാത്രം നോക്കിയെടുക്കുന്ന ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ 70 തൊട്ട് 78 വരെ നിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കയറ്റി വെച്ചത് ട്രെയിൽ ചെയ്ത് വരുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ ഈസി ആയിട്ട് 8 പോയിന്റ് ആണ്. അപ്പം വീണ്ടും ഒരു സപ്പോർട്ട് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ 141 ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മളീ പറഞ്ഞ പോലെ ഇവിടെ നിന്നേ താഴത്തോട്ട് വന്നിട്ട് സെക്കൻഡ് സപ്പോർട്ട് ഏകദേശമൊക്കെ ഒന്ന് എടുത്തിട്ടുമുണ്ട്. ക്രോസ് ഓവർ വന്നിട്ടുമുണ്ട്. ഇനി സെക്കൻഡ് തിങ് 2 രീതിയിലാണ് ക്രോസ് ഓവർ ആക്ട് ചെയ്യുന്നത്. ഒന്ന്, ക്രോസ് ഓവറിൻ്റെ കൂടെ തന്നെ മാർക്കറ്റ് ഫാൾ ആവും, അല്ലെങ്കിൽ ഇത് റെഡിലേക്ക് എത്തുന്ന സമയത്ത് തിരിച്ചിട്ടുള്ള ഒരു അപ്പ് പോകും, അതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ 142.55 ആ ഒരു യെല്ലോ ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. 141 ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ RSI ക്രോസ് ഓവർ ആണ്. ഇത് മൂവ്മെന്റ്, അതായത് 142 മൂവ് ചെയ്താൽ അടുത്തൊരു റിജക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ 145 ആണ്. 145 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ 152 155 നിൽക്കത്തുള്ളൂ. പിയിലാണെങ്കിൽ 185 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റിൽ ഇനിയൊരു മൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. 143.55 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 141 ബ്രേക്ക് ചെയ്താൽ 3 പോയിന്റ് പറഞ്ഞത്. ആ 3 പോയിന്റിൽ എന്താണ് സംഭവിച്ചത്? 143 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 പോയിന്റ് കയറ്റി വെച്ചാലും അല്ലെങ്കിൽ ആ 3 പോയിന്റ് എടുത്താലോ യാതൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. 3 പോയിന്റ് എന്തായാലും ആരും ചുമ്മാ തരില്ലല്ലോ. അല്ല, ഈ പറഞ്ഞ പോലെ 141 ഒരു പോയിന്റ് കയറ്റി വെക്കാം, 3 പോയിന്റ് എടുക്കാം, അങ്ങനെയുള്ള പല കലാപരിപാടികളുണ്ട്. ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും മൈൻഡ് സെറ്റിനെയും ബേസ് ചെയ്തിട്ടാണ്. ഇതിന്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. കാരണം ഇത് വൈറ്റ് ലൈൻ ടച്ച് ചെയ്യുമ്പോൾ ഇത് മേളത്തെ വൈറ്റ് ലൈൻ ടച്ച് ചെയ്യണം. 145 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അഗെയിൻ 152 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പം എനിക്കിവിടെ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 3 പോയിന്റ് കറക്റ്റായിട്ട് എടുത്ത് മാറിയിട്ടുണ്ട്. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ 205 കിടക്കുന്നത് കാരണമാണ് നമുക്കൊരു ബുദ്ധിമുട്ട്. നോക്കി, ഇതിൻ്റെ ഹൈ എത്ര വന്നു? 143.60. അപ്പം ഞാൻ 140 നിന്ന് 143 വരെയുള്ള 3 പോയിന്റ് എടുത്തിട്ടുള്ളൂ. നോക്കി എന്ത് ഫാസ്റ്റായിട്ട് ഇറങ്ങണമെന്ന് നോക്കിയേ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 143 3 പോയിന്റ് അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 3 പോയിന്റ് ഇറങ്ങാം, അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം, ഇല്ലെങ്കിൽ 1/2 പോയിന്റ് കയറ്റി വെക്കാം എന്നാണ് പറഞ്ഞത്. അതെന്താ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നമ്മുടെ ക്യാപിറ്റലും കൊണ്ടങ്ങ് പോകും. കാരണം ഇവിടെ ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും എൻട്രി എടുക്കുമ്പോൾ അങ്ങനെ എടുത്താലാണ് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറയുന്നതാണ്, നമ്മൾ എൻട്രി എടുത്തോ, അതായത് ഇത് ക്രോസ് ചെയ്ത് ഇത് താഴത്ത് റെഡിലേക്ക് വരുന്നത് വരെ മൂവ്മെന്റിന് ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവിടെ 205 കിടക്കുന്ന കാരണമാണ് ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ കളിച്ച് നിൽക്കുന്നത്.
എപ്പോഴും നമ്മൾ എൻട്രി എടുത്താലും ഒന്നെങ്കിൽ 3 പോയിന്റിൽ ഇറങ്ങുക, അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക. അത് ഇനിയും ബ്രേക്ക് ചെയ്ത് ഇനിയും നമുക്ക് എടുക്കാമല്ലോ. ഈ 143 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 145ലേക്കോ, അത് ബ്രേക്ക് ചെയ്താൽ 152ലേക്കോ നമുക്ക് പിന്നെ എടുക്കാം. 10 ട്രേഡ് ഒരു 5 പോയിന്റോ 3 പോയിന്റോ കയറി കഴിഞ്ഞാൽ 1 പോയിന്റ് കയറ്റി വെച്ചാൽ തന്നെ 10 ട്രേഡ് എടുക്കുമ്പോൾ തന്നെ 10 പോയിന്റ് കിട്ടും. നമ്മൾ ആന കുത്തിയാലും നമ്മൾ ഇട്ടേക്കണ സ്റ്റോപ്പ് ലോസ് മാറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണിയും നമുക്ക് അവിടെ നടക്കത്തില്ല. ഇത് നോക്കിയേ, ഈ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട്, അതായത് ഒന്നാമത്തെ കേസ് നമ്മൾ 185 ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ 190 ആയി, ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രം എടുക്കൂ എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 140 ബ്രേക്ക് ചെയ്താൽ 143 എഗെയിൻ, പിന്നെ 145 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 152ലേക്ക് മാർക്കറ്റ് മൂവ് ആവും എന്നുള്ള തീരുമാനവും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടെൻഷനില്ല, ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റീവ് തന്നെയാണ്. നോക്കിയ കൺസോൾട്ടേഷൻ ആണ് ഈ ഒരു വൈറ്റ് ലൈൻ വന്നിരിക്കുന്നുണ്ട്. 10:06 നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ നോക്കാം, 5 മിനിറ്റിൽ ആ ഒരു മൂവ്മെന്റ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ എല്ലാ ടൈം ഫ്രെയിമും നോക്കണമല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ 15 മിനിറ്റ്സിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല രീതിയിൽ ലോങ് ഡ്രൈവിനുള്ള ചാൻസ് പിയിലുണ്ടെങ്കിൽ അത് സപ്പോർട്ട് എടുക്കാനായിട്ട് 160ലേക്ക് വരും. 155ലേക്ക് വന്നു കഴിഞ്ഞാൽ 155 ടച്ച് ചെയ്യുന്ന അറ്റേ ടൈമിൽ, അല്ലെങ്കിൽ 155.43 ടച്ച് ചെയ്യുന്ന അറ്റേ ടൈമിൽ 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് അത് ഹോൾഡ് ചെയ്താൽ ഒരു 288 വരെയൊക്കെ, 188 പോയിട്ട് 288 വരെ 100 പോയിന്റ് ഒക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അമ്മേ, ഒരു അനലൈസിങ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാര സംഭവമായിട്ടൊന്നും കാണണ്ട കേട്ടോ. കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് അനലൈസിങ് വളരെയധികം ഗുണം ചെയ്യും. ഒരു 15 അരമണിക്കൂർ മുമ്പേ നമ്മൾ പറഞ്ഞാണ് പിയിൽ RSI പിയിലേക്ക് കൺവേർട്ടായി വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ചിലപ്പോൾ വലിയൊരു ഫാള്, അതായത് 150ലേക്കോ 155ലേക്കോ വലിയൊരു ഫാള് വന്നേക്കാം. ഈ സെയിം മെത്തേഡായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഉണ്ടായത്. കാരണം ഇതേപോലെയുള്ള ക്യാൻഡിൽ ഫോമായി, നമുക്കതൊന്ന് എടുത്ത് നോക്കാം. സിയിലുണ്ടായത് അങ്ങനെ ആയിരിക്കണമല്ലോ. സിയിൽ 15 മിനിറ്റിലുണ്ടായ സിനാരിയോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, കൺസോൾട്ടേഷനായി ഒരു താഴത്തോട്ടൊരു ഫാള് വന്നു. ഈ ക്രോസ് ഓവറാണ്, ആ ക്രോസ് ഓവറിൽ നിന്നാണ് മാർക്കറ്റ് 100 പോയിന്റ് അപ്പ് പോയേക്കണം സിയിൽ. അപ്പം അത് പിയിൽ ആക്ട് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലല്ലേ. RSI ഇന്നലത്തെ സെയിം സെനാരിയോ പോലെ ക്രോസ് ഓവർ വന്ന് നിൽക്കുകയാണ്. അതേപോലെ ഇവിടെ തേർഡിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്, ഇവിടെ സെക്കൻഡിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. 185 ബ്രേക്ക് ചെയ്താൽ ഇപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ 185 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 205 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 190. നമ്മുടെ 2 മിനിറ്റിൽ RSI സിയിലേക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. സിയിൽ എന്തായിരിക്കും ചാൻസസ്, എവിടെ ബ്രേക്ക് ചെയ്യണം? 143 ബ്രേക്ക് ചെയ്താൽ 155ലേക്കുള്ള മൂവ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. കാരണം ഇതിന്റെ ലോവർ വിക്ക് വന്നിട്ടുള്ളൂ, ഹയർ വിക്ക് വന്നിട്ടില്ല. നല്ല കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റിൽ. 205 നമ്മളുടെ ഡ്രീം പ്രൊജക്റ്റ് ആണ്. 15 മിനിറ്റിൽ 205 ആണ് മാർക്കറ്റിൽ മൂവ് ചെയ്ത് നിൽക്കുന്നത്.
ഒരു എൻട്രിയും കൂടെ നോക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. $185 ഈ ക്യാൻഡിൽ 190 മൂവ് ആയി കഴിഞ്ഞാൽ 185 കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 205 വരെ നെക്സ്റ്റ് ക്യാൻഡിൽ. കാരണം RSI ഇവിടെ ഇത് കയറുന്നില്ല, ഇത് റെഡിലേക്ക് കയറുന്നില്ല. അതായത് ഇപ്പോഴും മാർക്കറ്റ് മുകളിൽ തന്നെ ചലിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മണി 10:10 ഇപ്പൊ റെഡിലേക്ക് കയറാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. നമുക്കൊരു 185 186 ഒരു സേഫ് ആയിട്ടുള്ള സോൺ കിട്ടണമെങ്കിൽ 187 ടു 190. അപ്പോൾ അത് 190 പോയി കഴിഞ്ഞാൽ 185 അല്ലെങ്കിൽ ഒരു 186 എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ 185.5 സ്റ്റോപ്പ് ലോസ് ഇടാം. അര പോയിന്റ്, അതായത് 25 രൂപ. 10 ലോട്ടാണെങ്കിൽ 250 രൂപ പോയാൽ പൊക്കോട്ടെ. സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അത് 205 വരെ ഹോൾഡ് ചെയ്യാം. 205 അല്ല, പിന്നെ ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പോകാനുള്ള ഏരിയ 220 വരെയോ ഹോൾഡ് ചെയ്യാം. നേരത്തെ ഈ ഒരു ഇവിടെ വന്നൊരു മൂവ്മെന്റ് 9:49 വന്ന അതേ മൂവ്മെന്റ് പോലത്തെ ഒരു 3-4 ക്യാൻഡില് അടുത്തത് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 186 185 58 സെക്കൻഡ് കൂടെ ഉണ്ട് അടുത്ത ക്യാൻഡിൽ ഫോം ആവാനായിട്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം SMA സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ബ്രേക്ക് ചെയ്ത് പോകുന്നില്ല. ഇപ്പൊ റെഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് റെഡിലേക്ക് കയറി ഇവിടെ സിയിലേക്ക് ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത്ര വലിയ സുഖമുള്ള മാർക്കറ്റ് അല്ല. റെഡും ഗ്രീനും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമ്മളെ വെറുതെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു ഡൗട്ടുള്ളൂ. ഒരുപാട് ആളുകളുടെ പൈസ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ ഇഷ്ടംപോലെ ആളുകളുടെ പൈസ പോയി കാണും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് പറയണത്, എപ്പോൾ ബ്രേക്ക് ഔട്ട് ആയാലും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചേക്കുക എന്നുള്ളത്. വീണ്ടും RSI ഇവിടെ താഴത്തോട്ട് വന്നത് റീകർവ് ആവുന്നുണ്ട്. കൺസോൾട്ടേഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഓൾറെഡി രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് കൺസോൾട്ടേഷൻ ആണ്. അതുകൊണ്ട് 3 പോയിന്റ് 5 പോയിന്റ് 8 പോയിന്റ് എപ്പോൾ എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് സേഫ് ആക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി രാവിലെ പറഞ്ഞിട്ടുണ്ട്. 10 മണിക്ക് ലൈവ് നിർത്താമെന്നാണ് പറഞ്ഞത്. ഓൾറെഡി 10:15 ഇനിയും വെച്ചോണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ചാർട്ടിനോട് പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചില്ലെങ്കിൽ ചാർട്ട് നമുക്കിട്ട് പിന്നെ എടുപ്പിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാകും. അപ്പൊ എനിവേ, കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ നിഫ്റ്റി ഇൻഡെക്സിൽ 15 മിനിറ്റിൽ ഓൾറെഡി 15 മിനിറ്റ്സ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. അപ്പർ സൈഡിലേക്ക് ഒരു എന്താ പറയണ്ടേ, ഒരു ക്രോസ് ഓവർ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഒരു പിൻ ബാർ വന്നിട്ടുണ്ട്.
ഒക്കെ പോസിറ്റീവ് സൈൻ തന്നെയാണ്. അപ്പോൾ സി ഇത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 147 മുതൽ 146 മുതലൊരു മൂവ്മെന്റ്. ഇത് ഡോജി ക്യാൻഡിലാണ്. അപ്പോൾ RSI അപ്സൈഡിലേക്ക് മാർക്കറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ 149ലേക്ക് ഒരു 4 പോയിന്റ് മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഡോജി ക്യാൻഡിലാണ്, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് ലെങ്ത് കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്കൊരു 138ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഒരു ട്രൈ ഒക്കെ ചെയ്യായിരുന്നു. സിയിൽ 50 മിനിറ്റ്സിൽ RSI റീകർവ് ആയിട്ടുണ്ട് സിയിലേക്ക്. അപ്പൊ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഡേ ആവട്ടെ. നമുക്ക് ഇന്ന് വലിയ പരിപാടികളൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഏകദേശം ഒരു 10 ഈ പറഞ്ഞ പോലെ 170 മുതലുള്ള 190 വരെയുള്ള 20 പോയിന്റ് എടുത്ത് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം 10 പോയിന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൽ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ കാണുന്നവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എടുക്കട്ടെ. 190 ടു 220 ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ ഒരു നല്ല ബ്രേക്ക്ഔട്ട് സിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് 152 വരെ മാർക്കറ്റിലേക്ക് വരാം. അതായത് നമ്മൾ പറഞ്ഞത് ഇത് ഡോജി ക്യാൻഡിലാണ്. അതിന്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ 138 ആണ്. ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 149, അതായത് ഈ ഒരു ടിപ്പ് 147 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 155ലേക്കോ 149ലേക്കോ ഉള്ളൊരു മൂവ്മെന്റ് ഉണ്ടാവും. അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോകാനുള്ളൊരു ബോക്സ് ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്ത് നിൽക്കുന്നത്. അതും കൂടെ പറഞ്ഞിട്ട് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, 150 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. കാരണം അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. കാരണം RSI ഇവിടെ റെഡിലേക്ക് കയറിയിട്ടുണ്ട്. 149 ഓൾറെഡി ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് നമ്മുടെ എൻട്രി പ്ലാൻ ചെയ്ത് ഇവിടെ ആയിരുന്നു 144, 138 ആയിരുന്നു അവിടുത്തെ സ്റ്റോപ്പ് ലോസ്. കാരണം പെട്ടെന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇതൊരു ബിഗ് ക്യാൻഡിലാണ്, ഇതൊരു ഡോജി ക്യാൻഡിലാണ്. അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഫാസ്റ്റ് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് 50 മിനിറ്റ്സിലാണെങ്കിലും RSI ഒരു റീക്രോസ് ഓവർ ആയി നിന്ന സാഹചര്യമാണ്. മാർക്കറ്റ് 152 ആയിട്ടുണ്ട്, 153. മാർക്കറ്റ് 155 ബ്രേക്ക് ചെയ്താൽ പിന്നെയും മുകളിലോട്ട് പോകും. 155 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു 162ലേക്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 പോയിന്റ് ഒക്കെ താഴത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അത് ഹോൾഡ് ചെയ്യുക. ആ ഹോൾഡിങ് ചിലപ്പോൾ ഒരു 190 വരെയൊക്കെ, 192 എവിടം വരെ പോവാം,